എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിങ്ങനെ എന്ത് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്നലെ വന്നിട്ടുള്ള ഇലക്ഷൻ റിസൾട്ട് മനസ്സിലേക്ക് വന്നത്. നോർമൽ കേസിൽ ഞാനൊരു ജിയോ പൊളിറ്റിക്സ് എന്തൂസിയാസ്റ്റ് ആണ്, പക്ഷെ റീജിയണൽ പൊളിറ്റിക്സിനോട് എനിക്ക് വലിയ താല്പര്യം ഇതുവരെ ഇല്ല. പക്ഷേ ഇന്നലെ വന്നിട്ടുള്ള എലക്ഷന്റെ റിസൾട്ട് കാണുമ്പോൾ ചെറിയ കൗതുകം ജനിപ്പിച്ച രണ്ട് റിസൾട്ടുകളുണ്ട്, രണ്ട് സംസ്ഥാനത്തെ റിസൾട്ടുകൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ രണ്ട് റിസൾട്ടുകളെ കുറിച്ച് ജനറൽ ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ കൈസ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് എന്നെ അതിശയിപ്പിച്ചത് രണ്ട് ഇലക്ഷൻ റിസൾട്ടുകളാണ്. ഒന്ന് തമിഴ്നാട് റിസൾട്ട്, അതായത് തമിഴ്നാട് രാഷ്ട്രീയവും രണ്ട് വെസ്റ്റ് ബംഗാൾ രാഷ്ട്രീയവും. തമിഴ്നാട്ടില് വിജയുടെ വിജയം പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. പല ആളുകളും പറഞ്ഞ് വിജയ് അധികാരത്തിൽ വരില്ല എന്ന്. പക്ഷേ തമിഴ്നാട് പണ്ട് മുതലേ സിനിമാക്കാർക്ക് വളക്കൂറുള്ള മണ്ണായിട്ടാണ് ഈ റിസൾട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതിന് കാരണം നിങ്ങൾ ഒന്ന് പുറകിലോട്ട് നോക്കിക്കോളൂ. അതായത് MGR, അതുപോലെ ജയലളിത, അതുപോലെ തന്നെ ജാനകി രാമചന്ദ്രൻ, ഇവരൊക്കെ ഒന്നില്ലെങ്കിൽ സിനിമാക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ രീതിയിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവരോ ആയിരുന്നു പിന്നീട് അവിടെ രാഷ്ട്രീയത്തിൽ സക്സസ് ആയത്. പക്ഷെ ഈ കൂട്ടത്തിൽ കമലഹാസന് മാത്രമാണ് തമിഴ് ജനതയെ രാഷ്ട്രീയത്തിൽ ആകർഷിക്കാൻ കഴിയാതെ പോയത്. പക്ഷെ അദ്ദേഹത്തെ ഒഴിച്ചുള്ള സിനിമാ താരങ്ങൾക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും തമിഴ് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാനായിട്ട് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജനതയാണോ തമിഴ്നാട്ടുകാർ എന്ന് ഈ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ തോന്നിപ്പോകും. ഈ വിജയെ സംബന്ധിച്ച് വിജയ് 2021 മുതൽ താൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും എന്നുള്ള രീതിയിൽ സൂചനകൾ കൊടുത്തു തുടങ്ങിയിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ എൻട്രി കുറച്ച് ലേറ്റ് ആയി പോയി. അദ്ദേഹം കുറച്ചും കൂടി മുന്നേ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയ്ക്ക് ഒരു ക്ലീൻ സ്വീപ്പ് രാഷ്ട്രീയത്തിൽ, ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 230-നടുത്ത് സീറ്റൊക്കെ രാഷ്ട്രീയത്തിൽ നേടുവാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് ഈ തമിഴ്നാട് എന്ന് പറയുന്നത്. തമിഴ്നാടിന്റെ ഇതുവരെയുള്ള കൾച്ചർ, പ്രത്യേകിച്ച് അവർ ഒപ്പോസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദിക്കെതിരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഭാഷാ കൾച്ചറിനെതിരെ നിൽക്കുന്നത്, അവരുടെ ദേശീയബോധം ഉയർത്തിപ്പിടിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അവർ കാര്യങ്ങളെ സമീപിക്കുന്ന വളരെ വൈകാരികമായ രീതിയിലാണ്. വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനത. അങ്ങനെയാണ് തമിഴ്നാട്ടുകാരെ കാണുമ്പോൾ എനിക്ക് തോന്നണേണ്ട, എല്ലാവരുടെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലാതെ ആശയപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി നോക്കിയാൽ കാമ്പുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് ഇല്ല എന്ന് പറയേണ്ടി വരും. ഉണ്ട് എന്നല്ല, ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു സിനിമാ താരം, അതായത് ബിഗ് സ്ക്രീനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിക്കാൻ പോകുന്നത്. ഇതുപോലെ വേറെ സംസ്ഥാനങ്ങളിൽ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലെ ഒരു സംഭവം ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഇതേപോലെ തന്നെ MT രാമറാവു എന്ന് പറഞ്ഞൊരു സിനിമാ താരം ആന്ധ്രാപ്രദേശിന്റെ അധികാരം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആന്ധ്രാപ്രദേശിൽ ഇനി അത് നടക്കുമെന്ന്. കാരണം അതിനുശേഷം, അദ്ദേഹത്തിന് ശേഷം ആന്ധ്രയില് ഇതേപോലെ അറ്റംപ്റ്റ് ചെയ്ത നടന്മാരാരും തന്നെ പിന്നെ സക്സസ് ആയി കാണുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ വിജയ് നടത്തിയിട്ടുള്ള റാലികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള ജനക്കൂട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അത്രയും ജനക്കൂട്ടം അവിടെ വന്നിട്ടുണ്ടായിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ താരത്തെ കാണാൻ വേണ്ടിയാണ് ആ റാലിയിലെല്ലാം ഈ ജനക്കൂട്ടം സംബന്ധിച്ചത്, അല്ലെങ്കിൽ കടന്നു വന്നതെന്ന് പറയാം. അതായത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക, സിനിമ തന്നെയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. അത് മാറ്റാനായിട്ട് അവിടുത്തെ ജനങ്ങൾക്കും താല്പര്യമില്ല, അവിടുത്തെ നേതാക്കന്മാർക്കും താല്പര്യമില്ല. ഇതിലൊക്കെ അപ്പുറമായിട്ട് ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആളുകളോ ഒക്കെയാണ് തമിഴ്നാട്ടിൽ ഉള്ളത് എന്ന് നമുക്ക് ഈ റിസൾട്ട് കാണുമ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. എന്തായാലും വിജയ്ക്ക് ഇനി തുടർന്ന് 5 കൊല്ലം പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. എന്തായാലും നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് എനിക്ക് അതിശയം തോന്നിയത് ബംഗാളിലെ വിജയം. ബംഗാളില്
BJP ആണ് ജയിച്ചിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ് ബംഗാളിൽ ഇപ്പോൾ അവർ നേടിയിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. കാരണം ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വളരെ തന്ത്രപ്രധാനമായ പ്രാധാന്യമുള്ള സംസ്ഥാനം തന്നെയാണ് ബംഗാൾ. കാരണം അതൊരു അതിർത്തി സംസ്ഥാനമാണ്. അവിടെ ഇപ്പോ ഹിന്ദു പോപ്പുലേഷൻ ആണ് കൂടുതലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബംഗാൾ ഒരു പ്രാവശ്യത്തിന് മുമ്പ് വിഭജിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. അതില് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇന്ന് ബംഗ്ലാദേശിൽ ഉൾപ്പെട്ട് നിൽക്കുന്നത്. ബാക്കി വരുന്ന ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് വെസ്റ്റ് ബംഗാൾ എന്ന പേരിൽ ഇന്ത്യയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനം. നമ്മൾ പൊതുവെ പറയാറുണ്ട് UP, അതുപോലെ തന്നെ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ദരിദ്ര സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെന്താ പറയാ വൃത്തിയില്ലാത്ത സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയാറുള്ളത്. എന്നാൽ ബംഗാളിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളെക്കാളൊക്കെ വളരെ കഷ്ടമാണ് വെസ്റ്റ് ബംഗാളിന്റെ ഇന്നത്തെ അവസ്ഥ. അതിന് ഒരേ ഒരു കാരണമുണ്ട്, അവിടെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് 34 കൊല്ലം അവിടെ ഭരിച്ച ജ്യോതി ബസു, അതേപോലെ ബുദ്ധദേവ് ഭട്ടാചാര്യ, ഇവരുടെയൊക്കെ ഭരണം ആ ഒരു സംസ്ഥാനത്തെ ഇല്ലാണ്ടാക്കി എന്ന് വേണം പറയാനായിട്ട്. അതിനുശേഷവും കാര്യങ്ങൾക്ക് ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? തൃണമൂൽ കോൺഗ്രസ്, മമത അവിടെ അധികാരത്തിൽ വന്നു. മമതയെ അതിലും കഷ്ടമാണ്. മമത ഒരു ജനാധിപത്യ ബോധമുള്ള ആളായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം നമ്മള് കഴിഞ്ഞ രാജീവ് ഗാന്ധിയുടെ കാലം മുതലേ മമതയെ കാണുന്നതാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതാണ്. അവരെങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്? അവരെപ്പോഴും വളരെ വലിയ കമ്മ്യൂണൽ ലെവലിലാണ് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ പെരുമാറുന്ന ഒരു ലേഡി ആയിരുന്നു. അവരുടെ മെയിൻ പവർ വരുന്നത് ദാദാഗിരി, അങ്ങനെയാണ് ബംഗാളിൽ പറയുക. അതായത് ഈ CPM-കാർ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അന്നുണ്ടായിരുന്ന ഗുണ്ടകള് CPM-നെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം CPM-ന് ശേഷം തൃണമൂലിന്റെ കാലത്ത് ഈ ഗുണ്ടകൾ നേരെ CPM വിട്ടിട്ട് മമതയോടൊപ്പം ചേർന്നു. പിന്നീട് ഈ ഗുണ്ടകൾ പറയുന്നതിനനുസരിച്ചാണ് മമത ഇത്രയും നാള് ബംഗാൾ ഭരിച്ചത്. അതുകൊണ്ടാണ് ദാദാഗിരി എന്നുള്ള പേര് അവിടെ വരാൻ കാര്യം. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ എനിക്ക് തോന്നുന്നു 2021 നടന്നതിന് ശേഷം അവിടെ നടന്ന പോസ്റ്റ് പോൾ വയലൻസ് എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് അതില് പോസ്റ്റ് പോൾ വയലൻസിൽ കൊല്ലപ്പെട്ട 68ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതായത് എന്താ പറയുക, ക്യാൻ യു ഇമാജിൻ ദാറ്റ് 68 പീപ്പിൾ were being killed after പോസ്റ്റ് പോൾ വയലൻസ്. അതായത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തില്ല എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വരിക, ഗുണ്ടകൾ വരുന്നു, നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുന്നു. ഇതാണ് അവിടെ ആ അസംബ്ലി ഇലക്ഷന് ശേഷം നടന്നത്. അപ്പൊ എല്ലാവരും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം BJP അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ആവർത്തിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ബംഗാൾ മെച്ചപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോണത്? എന്റെ മനസ്സ് പറയുന്നത്, ഇനി തൃണമൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടാപ്പടകൾ എല്ലാവരും പോകില്ല എങ്കിലും ഒരു 90% പേരും, അതും കമ്മ്യൂണലി ഡിവൈഡ് ആയിട്ട് BJPയുടെ കൂടെ ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെങ്ങനെ BJP അവിടെ കൈകാര്യം ചെയ്യും എന്നതിനനുസരിച്ചാണ് ആ സംസ്ഥാനത്തിന്റെ ഭാവി ഇരിക്കുന്നത്. അതിനിപ്പോ BJP മമത ബംഗാളിൽ ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ, അതായത് കമ്മ്യൂണലി ഡിവൈഡ് ചെയ്തിട്ട് ഗുണ്ടകൾ വെച്ച് ഭരിക്കുകയാണെങ്കിൽ ബംഗാളിന്റെ അവസ്ഥ ഇപ്പോഴുള്ളതിനേക്കാളും ഭീകരാവസ്ഥയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ബംഗാളിൽ ഇതുവരെ ഉണ്ടായിരിക്കണ എല്ലാ സർക്കാരുകളും ടോട്ടൽ ഫെയിലിയറാണ്. ഇനി BJP വന്നതിന് ശേഷം എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്ന് കണ്ടു തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ അതിൻ്റെ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.